ഹലോ, അപ്പം ഞാൻ ലീവൊക്കെ കിട്ടി വീട്ടിലോട്ട് പോവാണ്. അപ്പം ദാ നമ്മുടെ ആളെ കാണാൻ പോവാണ്. നമ്മുടെ ആൾ അവിടെ നിൽക്കുന്നുണ്ട്. എന്നെ കണ്ടപ്പോൾ ഓടി വന്ന് വീണു. അപ്പോൾ നമ്മുടെ ആളുടെ എക്സ്പ്രഷനാണ് ഈ കാണുന്നത്. അപ്പോൾ ഞാൻ നേരെ ടെറസിന് മേലെ കയറി നോക്കി. ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മുടെ ടെറസിന് മേലത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ കാണാം. ഇവിടെ ഞാൻ കയറിയപ്പോൾ എനിക്ക് വലിയൊരു കാടായിട്ട് ഫീൽ ചെയ്തു. ടെറസിന് മേലെ പോയി നോക്കി. നമ്മുടെ എന്താ പറയുക, വട്ടം നിറയെ ചെറിയൊരു കൃഷി തന്നെയുണ്ട്. കാണിച്ചു തരാം. അപ്പോൾ ടെറസിന് മേലത്തെ സംഭവങ്ങളൊക്കെയാണിത്. ആകെ കുറേ തൈകളൊക്കെ വളർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടെറസിന് മേലെ എന്തൊക്കെയാണെന്ന് ഓരോന്നോരോന്നായിട്ട് കാണാം. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കുഞ്ഞു തൈകൾ. മാവുണ്ട്, പേരയുണ്ട്. ഫസ്റ്റ് നമ്മൾ പോകുന്നത് ഡ്രാഗണിൻ്റെ അടുത്തേക്കാണ്. ഡ്രാഗൺ തൈകൾ കുറേ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ പ്രാവശ്യം ഒരുപാടുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും ഉണ്ടായൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഡ്രാഗണിൻ്റെ അടുത്തേക്കാണ് അധികമായിട്ട് എൻ്റെ ഫോക്കസ് പോയത്. എനിക്ക് ഡ്രാഗൺ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അയൽവക്കക്കാർക്കൊക്കെ കൊടുക്കും നമ്മൾ. ഒരുപാട് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും കുറവാണ് ഉണ്ടായത്. അപ്പോൾ ഡ്രാഗണിൻ്റെ അടുത്തായിരുന്നു എൻ്റെ കൂടുതൽ ഫോക്കസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അതൊക്കെ പോയി തൊട്ട് നോക്കുകയാണ്. പക്ഷെ മഴയത് കൊണ്ട് കുറേ കൊഴിഞ്ഞു പോയി എന്നൊക്കെ അമ്മ പറഞ്ഞു. എന്നാലും അത്യാവശ്യം കിട്ടി നമുക്ക് ഈ പ്രാവശ്യം. അപ്പം ഞാൻ ഡ്രാഗണൊക്കെ ഇടം വലവുമില്ലാണ്ട് തിരിഞ്ഞ് നോക്കുകയാണ്. പിന്നെ പേരയുണ്ട്. പേര ചെറിയ തൈയാണെങ്കിലും ഞാൻ വിചാരിച്ച പോലെയല്ല, പേരയ്ക്ക നന്നായിട്ടുണ്ടായിട്ടുണ്ട്. ഉണ്ടായി വരുന്നുള്ളൂ. അങ്ങനെ പേരയ്ക്ക എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി കേട്ടോ. കുഞ്ഞു തൈമ പേരയ്ക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ നാരങ്ങയുണ്ട്. ഇത് കുഞ്ഞു നാരങ്ങ, കുഞ്ഞു ഓറഞ്ച് പോലത്തെ സാധനമാണ്. എനിക്ക് ഫുള്ളായിട്ട് പേരൊന്നും അറിയില്ല. പിന്നെ ഇത് ലൂബിക്കയാണ്. ചില സ്ഥലത്ത് ഇതിനെ ലൗലോലിക്ക എന്നും പറയും. എനിക്ക് നമ്മുടെ നാട്ടിൽ പറയുന്നത് ലൂബിക്ക എന്നാണ്. പിന്നെ ഇതെനിക്ക് നല്ല കളറ്, നല്ല വെറൈറ്റി ആയിട്ട് തോന്നിയിട്ട് ഈ പേരയ്ക്കയുടെ നല്ല. പിന്നെ ഉണ്ടായതാണ് കോളിഫ്ലവർ. എല്ലാ പ്രാവശ്യം എനിക്ക് കാണാൻ കിട്ടാറില്ല. ഇതെന്തോ ഭാഗ്യത്തിന് എനിക്ക് കാണാൻ കിട്ടി. പിന്നെ ഇത് മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ തൈയാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഇതൊന്നും ഈ പ്രാവശ്യം ഉണ്ടായിട്ടില്ല. ഇതിൻ്റെ സീസൺ കഴിഞ്ഞു തോന്നുന്നു. പിന്നെ ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം, റംബുട്ടാൻ്റെ മരം. റംബുട്ടാൻ ഉണ്ടായിട്ട് വേണം പൊട്ടിച്ച് തിന്നാൻ. റംബുട്ടാൻ അങ്ങനെ കഴിക്കാൻ കിട്ടാറില്ല. പിന്നെ കുറേ തൈകൾ മൂലയിൽ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കുറേ വെച്ചിട്ടുണ്ട്. അങ്ങനെ ടെറസിൻ്റെ മേലത്തെ സംഭവങ്ങളൊക്കെ ഇതൊക്കെയാണ്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ഞാൻ തക്കാളിയുടെ കുറേ ഇട്ടിട്ടുണ്ടായിരുന്നു. തക്കാളിയുടെ സീസൺ കഴിഞ്ഞു. അപ്പോൾ തക്കാളിയുടെ ഭാഗമാണ്. പിന്നെ കാന്താരി മുളക്, ഇതൊക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ടെറസിൻ്റെ മുകളിലെ കാഴ്ചകൾ. അപ്പോൾ ഞാൻ ടെറസിൻ്റെ മുകളിലെ കാഴ്ചകളൊക്കെ കണ്ടിറങ്ങി. പിന്നെ ഞാൻ താഴത്തെ വ്യൂന്ന് ഡ്രാഗണിൻ്റെ വ്യൂ എടുത്ത് കാണിച്ചു തരാണ്. താഴേന്നും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അത്യാവശ്യം ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും വളരെ കുറച്ചാണ് ഉണ്ടായിക്കണത്. പിന്നെ ഞാൻ വരണേക്കാളും മുന്നേ ഉണ്ടായ ഡ്രാഗൺ ഫ്രൂട്ടാണിത്. അപ്പോൾ പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങളെയും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് വീട്ടിലുണ്ടായ ഡ്രാഗൺ ഫ്രൂട്ട്. അങ്ങനെ ഞാൻ താഴേക്കൊക്കെ ഇറങ്ങി. പിന്നെ നമ്മുടെ ആളുടെ കൂടെ കുറച്ച് നേരം കളിച്ചു. ഇനി നമ്മുടെ ആൾ എന്തൊക്കെയോ പറയണമെന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെയോ കളിക്കുന്നുണ്ട് അവിടെ ഇരുന്ന്, എന്തൊക്കെയോ പറയുന്നുണ്ട്. അക്കു, നമുക്ക് 7K അടിച്ചു. 7K. താങ്ക് യു പറഞ്ഞേ. എനിക്ക് 7K അടിച്ചു എന്ന് പറ. ഇപ്പൊ 8K ആയി. പറഞ്ഞേ താങ്ക് യു പറ. അക്കു, ഇനി നമ്മൾ സ്കൂളിൽ പോകുമ്പോ കരയോ? ഇല്ല. അക്കൂടെ ചെളിയിൽ കളിക്കുക. ചെളിയിൽ അടുക്ക്. അക്കുവിന്റെ സ്കൂളിൽ പോക്കോ കച്ചിരി നിന്നാ ചെളി നോക്കി വാരണിരുന്ന്. അക്കുവാ സ്കൂളിൽ പോകുമ്പോ കച്ചിരി തീർന്നാ? തീർന്നിട്ടില്ലേ? അക്കു കളിക്കണോ? എന്നിട്ടുണ്ടാക്കണ കളിക്കണം. കാര്യമായിട്ട് എന്തോ കളിക്കണം. നമുക്ക് നോക്കാം.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ശുഭം. അപ്പോൾ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.